ടെററിസ്റ്റ്, രാജ്യദ്രോഹികൾ, അതേപോലെ തന്നെ ഗുണ്ടകൾ, ഇതൊക്കെയാണല്ലോ കറൻലി ഒരു യൂത്തിനെ ഒരു സിസ്റ്റം വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ദേ ആർ ഈവൻ നോട്ട് ക്യാരിങ് എ ബോംബ് ഓർ എ മെഷീൻ ഗൺസ് ടു കിൽ ദ പീപ്പിൾ, ബട്ട് ദ എൻ്റയർ സിസ്റ്റം കോൾ ദം ആസ് ടെററിസ്റ്റ്. അവർ ചെയ്ത തെറ്റെന്ന് പറഞ്ഞാൽ ഒരു സമരം നടത്തി, അതും ഒരു രാജ്യത്തിൻ്റെ എഡ്യൂക്കേഷൻ സിസ്റ്റം കംപ്ലീറ്റ്ലി ഫെയിലിയർ ആയപ്പോഴാണ് അവർ തെരുവിലിറങ്ങി സമരം നടത്താൻ ഇറങ്ങിയത്. അവർ തെരുവിലിറങ്ങിയതല്ല, ഫോഴ്സ്ഫുള്ളി ഇവിടുത്തെ സിസ്റ്റം അവരെ തെരുവിലിറക്കിയതാണ്. ഈവൻ ദോ നീറ്റ് എക്സാമിനേഷൻ്റെ മാൽ പ്രാക്ടീസസ്, അതേപോലെ CBSE എക്സാമിനേഷൻ്റെ മാൽ പ്രാക്ടീസസ്, അങ്ങനെ 152 എക്സാമിനേഷൻ്റെ മാൽ പ്രാക്ടീസസ് കാരണമാണ് ഈ യൂത്ത് തെരുവിൽ നിന്ന് ഇറങ്ങിയേക്കുന്നത്. 11 സ്റ്റുഡൻസാണ് നീറ്റ് എക്സാമിൻ്റെ പേരിൽ സൂയിസൈഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ അങ്ങനെ ഈ തെരുവിലിറങ്ങി പ്രതിഷേധം ചെയ്യുന്ന സ്റ്റുഡൻസിനെയാണ് രാജ്യദ്രോഹികൾ, ടെററിസ്റ്റ് എന്ന് മുദ്ര കുത്തിയിരിക്കുന്നത്. ആസ് വി നോ ദാറ്റ് ജുഡീഷ്യറി ഈസ് ദ ടോപ്പ് ഓഫ് അവർ കൺട്രി, ബട്ട് ആ ജുഡീഷ്യറിയാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്, അതായത് ഈ സമരത്തിനെതിരെ നടത്തിയ പോലീസ് അലിഗേഷൻസിനെ ചോദ്യം ചെയ്ത് ജുഡീഷ്യറിയാണ് പറഞ്ഞത്, വി ഹാവ് നോ ടൈം ടു വാച്ച് ദിസ്. ഞങ്ങൾക്ക് സമയമില്ല, ഇത് കാണാൻ ഞങ്ങൾക്ക് സമയമില്ല എന്നാണ് ഒരു ജുഡീഷ്യറി പറഞ്ഞത്. Then what is the purpose of the judiciary? ഒരു രാജ്യത്തിൻ്റെ നട്ടൽ, അതുപോലെ തന്നെ ഫ്യൂച്ചർ എന്ന് പറയുന്ന ആ രാജ്യത്തിൻ്റെ യൂത്താണ്. ആ യൂത്തിനെയാണ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ മാൽ പ്രാക്ടീസ് കാര്യങ്ങളെല്ലാം നടത്തി ഇല്ലായ്മ ചെയ്യുന്നത്. അതിനെയാണ് ചോദ്യം ചെയ്തവരെയാണ് ടെററിസ്റ്റ് എന്ന് മുദ്ര കുത്തിയത്. സോ ജസ്റ്റ് accept their needs. ജയ് ഹിന്ദ് ആൻഡ് സേവ് ഇന്ത്യ.